Okay, so ladies and gentlemen, boys and girls, a warm welcome to everyone. Welcome to this fourth live session. The journey of 1,000 miles begins with one step, right? So we are all here. We've joined this live session, and I think many are still joining. Great. So, it's just the beginning of your first step into speaking English properly. So I welcome you all, and let me tell you what a great thing you've done. Keeping away all the procrastinations, away, keeping away all your laziness. You have decided to take that one step, and that one step is so important to everyone. It's definitely going to change your life. I can bet you on that. So, wish you all the best in this great journey of learning English. Now, many of you have issues like you feel, oh, I don't know grammar. I am not able to, learn grammar very quickly. So I may not be very good at spoken English, isn't it? Hi, someone's joined, Candle. So I welcome you. Yeah, I was talking about grammar, right? Many of you are concerned, like, how would grammar stuff for me? So I may not be very good at spoken English. But let me tell you one thing that spoken English is not dependent much on your grammar knowledge. It's how you acquire the language. Okay, not all grammar is needed to be proficient in spoken English. So definitely you don't have to worry a lot about your grammar. Okay, so that's one thing which all spoken English learners must consider. അവരൊട്ടും ഗ്രാമറിൽ അധികം ടെൻസ്ഡ് ആവേണ്ട ആവശ്യം ഇല്ല. ഗ്രാമർ നമുക്ക് പതുക്കെ അക്വയർ ചെയ്യാം. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആദ്യം തൊട്ട് പഠിച്ച് പോകുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ നമ്മൾ ആദ്യം സ്കൂളിലൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കും അല്ലേ? വി ലേൺ മെനി തിങ്സ്. അത് പഠിച്ചതിന് ശേഷം നമ്മൾ അത് തന്നെ, ചിലപ്പോൾ അത് തെറ്റാണെങ്കിൽ നമ്മൾ അത് തന്നെ അങ്ങ് കൊണ്ടു നടന്നാൽ നമ്മൾ എവിടെയാണോ അവിടെ തന്നെ നമ്മൾ നിൽക്കത്തുള്ളൂ. ബട്ട് നമ്മൾ പഠിച്ചത് തെറ്റാണെങ്കിൽ നമ്മൾ അത് അൺലേൺ ചെയ്യണം. അത് മറന്നിട്ട് പുതിയത് പഠിക്കണം. എന്നിട്ട് നമ്മൾ റീലേൺ ചെയ്യണം. നമ്മൾ പുതിയ രീതിയിൽ അത് പഠിച്ച് അതിനെ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ലേൺ ടു അൺലേൺ പ്രോസസ്. നമ്മൾ ഒരു കാറ്റർപില്ലറായിട്ട് ചില കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കും. ചിലപ്പോൾ അത് അത്രയും ശരിയായിരിക്കില്ല. അപ്പോൾ ആ പഠിച്ചത് മറന്നിട്ട് പുതിയതായിട്ട് പഠിക്കാനുള്ള ഒരു ഉണർവ്, ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് നമ്മളിൽ തന്നെ തയ്യാറാക്കി എടുക്കണം. നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കണം പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് ശരിയായി പഠിക്കാനും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു എവ്രി വൺ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എനിക്ക് എല്ലാ സെന്റൻസസും ഓർമ്മയിരിക്കില്ല. ഞാൻ എങ്ങനെയാണ് ഇത്രയും സെന്റൻസസ്, ഇത്രയും ടെൻസസ് ഒക്കെ ഓർത്തിരിക്കുന്നത് എന്നൊക്കെ പലർക്കും ഡൗട്ടാണ്, പലർക്കും ടെൻഷനാണ് ഈ കാര്യത്തിൽ. ഡോണ്ട് വറി അറ്റ് ഓൾ. ഓക്കെ, നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മാത്രമല്ല, എല്ലാവരുടെയും കഥ ഇത് തന്നെയാണ്. ഇംഗ്ലീഷ് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, റൈറ്റ്? ഇറ്റ്സ് നോട്ട് എ ഫസ്റ്റ് ലാംഗ്വേജ്. നമുക്ക് നേറ്റീവ്സിന്റെ കൂടെ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, ആൻഡ് വി ക്യാൻ ഡു ഇറ്റ്. ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ ഓർ വെരി ഡിഫിക്കൾട്ട്. ദ ഓൺലി തിങ് ഈസ് നമ്മുടെ ആ കോൺഫിഡൻസ്, നമ്മുടെ ആ സിറ്റുവേഷനോടനുസരിച്ചുള്ള നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇതൊക്കെ പോസിബിൾ ആണ്. സോ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വേർഡ്സ് പഠിക്കേണ്ടി വരും, ഒത്തിരി സെന്റൻസസ് നമുക്ക് ലേൺ ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ഭയപ്പെടുത്തുന്നതാണെങ്കിൽ ലെറ്റ് മി ടെൽ യു വൺ തിങ്, ഇതൊന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല. ദിസ് ഇസ് ഓൾ വെരി വെരി ഈസി. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രേസസിലൂടെ പഠിക്കുക. കുറെ ഫ്രേസസ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ആ ഫ്രേസസ് നിങ്ങൾക്ക് പല സെന്റൻസിൽ, പല സിറ്റുവേഷനിലും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. ഓക്കെ, സോ ഫ്രേസസ് പഠിക്കുക. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് എവിടെയാണോ അവിടോട്ട് നമ്മൾ പോവാണ്, ശ്രമിക്കുകയാണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളൊരു ടെൻഷനിലായിരിക്കും. പക്ഷെ സത്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷിനെ നമ്മുടെ നാല് വശത്ത് അക്വയർ ചെയ്യാനാണ് നോക്കേണ്ടത്. നമ്മൾ അതിൽ സബ്മേർജ് ആവുകയെന്ന് നോക്കേണ്ടത്. നമ്മൾ എത്രയും നമ്മളോട് തന്നെ ഇംഗ്ലീഷിൽ ലൗഡായിട്ട് സംസാരിക്കാൻ പറ്റുന്നു അത്രയും പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെ ഒത്തിരി ഡിഫറൻസ് കൊണ്ടുവരും. എപ്പോഴും ഇംഗ്ലീഷ് നമ്മൾ ഉറക്കെ പറയാൻ ശ്രമിക്കണം. നമ്മളിൽ പലരും നല്ല ലിസണേഴ്സ് ആയിരിക്കും. ഓക്കെ, നമ്മളിൽ പലരും ഹൗ ടു ലേൺ ഫ്രേസസ് ഡെഫിനറ്റ്ലി വിൽ കം ടു ഓൾ ദാറ്റ്. നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ, ഫ്രേസസ് ഒക്കെ വരാം. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ
നമ്മളെ തന്നെ അക്വയർ ചെയ്യേണ്ടത്, നമ്മളെങ്ങനെയാണ് ഇത് സറൗണ്ട് ചെയ്യേണ്ടത് നമ്മുടെ ലാംഗ്വേജിനെ കുറിച്ച്. യെസ്, ഫ്രേസസിലൊക്കെ വരാം. ക്യാൻഡിൽ ഡോണ്ട് വറി, ഓക്കെ, പ്ലീസ് ഡോണ്ട് വറി, നമുക്കത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വി ഹവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. നമ്മളിപ്പോൾ കുറെ സെന്റൻസസ് സ്ട്രക്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കി, നമ്മൾ എറ്റിക്കേറ്റ്സ് മനസ്സിലാക്കി, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കി. ഡോണ്ട് യു തിങ്ക് ഓൾ ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്? അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പൊസസീവ് വേർഡ്സിനെ നമുക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, അങ്ങനെ ഹാവ് ഓർ ഹാസ്, നമ്മൾ അതിന്റെ 3 ഡിഫറെന്റ് ഫോംസ് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് എങ്ങനെയാണ് പോസിറ്റീവായിട്ട് സെന്റൻസ് ഉണ്ടാക്കേണ്ടത്, നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കേണ്ടത്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊന്നും നമ്മളെ ഒട്ടും ബാധിക്കുന്നതല്ല. വി ഹവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. നമ്മളൊരു ജേർണി തുടങ്ങിയതേ ഉള്ളൂ. ആൻഡ് ഫ്രേസസിലൊക്കെ നമ്മൾ വരാൻ പോകുന്നേ ഉള്ളൂ. എവറിഥിങ് എല്ലാം നമ്മൾ കവർ ചെയ്യും. ഡോണ്ട് വറി. ഗ്രാമർ നമ്മൾ കവർ ചെയ്യും, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് കവർ ചെയ്യും, നമ്മൾ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യും. വി ഗോയിങ് ടു റോക്ക്. ഓക്കെ, ഈ 3 മാസം, ഇനി അടുത്ത 3 മാസം കൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറെ ചേഞ്ചസ് കാണാൻ പോവുകയാണ്. ഓൾ ദോസ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ്, നിങ്ങൾക്കൊക്കെ ഡെഫിനറ്റ്ലി ഇതൊരു ഭയങ്കര ഒരു ചേഞ്ച് കാണാൻ പോവുകയാണ്. വൈ? ബിക്കോസ് യു ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. ശരിയായ ഡിറക്ഷനിലൂടെ ശരിയായ കണ്ടന്റ്, ശരിയായ കാര്യം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഇംപ്രൂവ്മെന്റ്, അതിന്റെ പ്രോഗ്രസ് ഭയങ്കരമായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ വേറെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ഏതൊരു കണ്ടന്റ് നമ്മൾ പഠിക്കുമ്പോഴും നമുക്കത് കണ്ടന്റിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ, വി ട്രസ്റ്റ് ദാറ്റ് കണ്ടന്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്? ഇപ്പോൾ നമ്മൾ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മുടെ പാർട്ട്ണറായിട്ട് എടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും വലിയ പ്രൊഫഷൻ്റ് ആയിരിക്കില്ല, നമ്മളും വലിയ പ്രൊഫഷൻ്റ് ആയിരിക്കില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തെറ്റ് നമ്മുടെ ഫ്രണ്ടും സംസാരിക്കും, നമ്മളും അത് തന്നെ സംസാരിക്കും. നമ്മൾ എവിടെയായിരുന്നു നമ്മൾ അവിടെ തന്നെ നിൽക്കും. വിച്ച് ഇസ് നോട്ട് ദ വേ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കറക്റ്റ് ആയിട്ടുള്ള കണ്ടന്റ്, നിങ്ങൾക്ക് തരുന്ന കറക്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങളുടെ ഫ്രണ്ട് കൂടെ പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾ കൂടെ പ്രാക്ടീസ് ചെയ്യുക. അത് കൂടെ എത്ര പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സ് അത് എഫേർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നിടം വരെ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് അത് എഫേർട്ട്ലെസ് ആവുന്നത്. നിങ്ങൾക്ക് ഒട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഹായ്. സോ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഡോണ്ട് വറി അറ്റ് ഓൾ. ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ട്രസ്റ്റ്, നമ്മുടെ കണ്ടന്റിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. തെറ്റായ കാര്യങ്ങൾ നമ്മൾ കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ വെൻ യു ആർ പ്രാക്ടീസിങ് വിത്ത് യുവർ partner, with your language partner, what should you do? You should be using the content that is trustworthy. അപ്പോൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രോഗ്രസീവ് ആവാൻ കഴിയുന്നത്. ഓക്കെ, അനദർ തിങ് ഈസ്, കണ്ടോ, ആ പ്രോഗ്രസ് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരും. അപ്പോൾ നിങ്ങൾ എവിടെ ആരുമായിട്ട് സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്, അതിൽ എറർ ഇല്ല. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് നിങ്ങളെ ഔട്ട്റീച്ച് ചെയ്യാൻ സഹായിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പലരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റും, പലരുമായി സംസാരിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ഗോയിങ് ടു ചേഞ്ച് യുവർ life, right? Hi Sayed. Hi Candle. Okay, now ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന രീതി എന്ന് വെച്ചാൽ, ഡെഫിനറ്റ്ലി ഐ എം സെൻഡിങ് യു 2 വീഡിയോസ്, isn't it? ഞാൻ നിങ്ങൾക്ക് 2 വീഡിയോസ് എല്ലാ വീക്കിലും റെക്കോർഡഡ് വീഡിയോസ് അയക്കുന്നുണ്ട്. ആൻഡ് വി ഹാവ് ദ ലൈവ് സെഷൻ ഓൾസോ. അപ്പോൾ എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ, യു ഹാവ് ടു ഗോ ത്രൂ ഓൾ ദ കണ്ടന്റ്സ് ഓഫ് ദ റെക്കോർഡഡ് വീഡിയോസ്. അതിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് വളരെ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ജസ്റ്റ് കേട്ടിട്ട് കാര്യമില്ല. ഓക്കെ ഫ്രണ്ട്സ്, ജസ്റ്റ് കേട്ടിട്ട് ഒരു കാര്യമില്ല. യു ഹാവ് ടു സ്പീക്ക് ലൗഡ്ലി. കൂടെ ഉറക്കെ പറയുക, സ്വയം പ്രാക്ടീസ് ചെയ്യുക. യു ക്യാൻ സ്റ്റാൻഡ് ബിഫോർ ദ മിറർ. യു ക്യാൻ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ആരും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല, യു ഡോണ്ട് ഹാവ് ടു വറി. ജസ്റ്റ് മേക്ക് സംവൺ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് സ്റ്റാർട്ട് ടോക്കിംഗ്. യു ഗോയിങ് ടു ഗെറ്റ് പ്രൊഫഷൻഡ്. ഒട്ടും ഭയക്കേണ്ട ആവശ്യമില്ല, ആരും ചിരിക്കേണ്ട അതൊന്നും നമ്മുടെ ഒരു പ്രശ്നമല്ല. ഇഫ് യു ആർ കമ്മിറ്റഡ്, നിങ്ങൾ അഥവാ കമ്മിറ്റഡ് ആണ് ഈ കോഴ്സിനെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരാൻ പോകുന്നില്ല. അനദർ തിങ് ഈസ്, ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ റെക്കോർഡഡ് വീഡിയോസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പല ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്, പല കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. സോ ദിസ് ലൈവ് സെഷൻ ഇസ് ഓൺലി ഇന്റൻഡഡ് ഫോർ ഓൾ ഓഫ് യു. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അത് ഈ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് അത് എന്നോട് ചോദിക്കാം. ആൻഡ് നിങ്ങൾക്ക് അത് കറക്റ്റ് ആക്കി മനസ്സിലാക്കാം. സോ that is the main aim of this live session.
അതായത് ഞാൻ കൂടെ ഇത് തന്നെ പറയുന്നത്, സ്പീക്ക് ലൗഡ്. നിങ്ങൾ എത്ര കൂടെ ലൗഡായിട്ട് നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് ഫ്ലുവൻ്റ്ലി സംസാരിക്കാൻ ആഗ്രഹിക്കുമെങ്കിൽ ഹൗ യു എന്ന് തന്നെ പറഞ്ഞാൽ അത് വേറെ ഒരാളെ കാണുമ്പോൾ ഹൗ യു എന്ന് വരത്തുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും പറയാ, ഹൗ ആർ യു എന്നേ വരത്തുള്ളൂ. കാരണം ഇത്രയും കാലം അത് തന്നെയായിരിക്കും നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഹൗ യു ക്യാൻ ചേഞ്ച് ഓൾ ദിസ്? ഇറ്റ്സ് ബൈ പ്രാക്ടീസ്. സോ പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്. കീപ് പ്രാക്ടീസിങ്. ഓക്കെ. സോ നിങ്ങളുടെ പാഷനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, അതെനിക്ക് മനസ്സിലായി. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. യു ഹവ് കം ടു ദ റൈറ്റ് പ്ലേസ്. ഒത്തിരി സെഷൻസ് നമുക്ക് വരാനുണ്ട്. അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിലേക്ക് നമ്മൾ കടക്കാനുണ്ട്. വി ആർ ഗോയിങ് ടു ലേൺ എ ലോട്ട്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നമ്മൾ ഇന്റർവ്യൂസ് പല കാര്യങ്ങളിലും ഒത്തിരിയും ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പോവാണ്. സോ കീപ് അപ്പ് ദ സ്പിരിറ്റ് ആൻഡ് ജസ്റ്റ് ഡു വാട്ട് യു ഹാവ് ബീൻ ഡൂയിങ് ഓൾ ദീസ് ഡേയ്സ്. കീപ് ലേണിംഗ്. ഓക്കെ. ഒട്ടും ആരും നമ്മളെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞാലും ഡോണ്ട് ഗെറ്റ് ഡിസ്ഹാർട്ടൻഡ്, അതാണ് പറയാനുള്ളത്. ബിക്കോസ് ഇംഗ്ലീഷ് നല്ലതായിട്ട് ട്രെയിൻ ചെയ്ത ഒരാളിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അതിന് കറക്റ്റ് കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കി അതിന്റെ കറക്റ്റ് സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു നല്ലൊരു ഒരു എന്താ പറയാ, ഒരു വെന്യൂ നിങ്ങൾക്ക് ഇനിയും കിട്ടാനില്ല, ഒരു നല്ല പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടാനില്ല. ഓക്കെ. സോ I'm giving everyone an opportunity. Okay, നിങ്ങൾ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ തരുകയാണ്. So I would like to know how many of you are ready to introduce yourself. Is Shine ready? Sayed, would you like to introduce yourself? Sayed Suhail. Hi. Hello. Hi. Hello, Candle. My name is Sayed Suhail. Yes, Sayed Suhail. Please introduce yourself. I would like to hear from you. Okay. My name is Sayed Suhail. I am from Malappuram. I am studying in post graduation in MSc Physics. Great. Keep going. Wonderful. I have a beautiful family. I have a father, mother, two sisters, and one brother. Great. They are all studying. Good. Keep going. You're doing very well. Please keep speaking. I am studying my post-graduation in Bharatiya University. Wonderful. I am waiting for last sem examination. Good. Very good. Tell us more about your hobbies. My hobbies is reading and drawing, like that. Okay. And your goals? My goal is I want to a teacher in physics. And you? Yes, your turn. Go ahead. What? Please go ahead. You're doing very well. Keep going. And I want to a translator in English to Arabic and Arabic to English. You want to be a translator? Yeah. Oh, good. So you know Arabic also, right? Good. Yes. Very Yeah. good. That's great. Fine. And do you have additional skills? If you have any, you can also mention them. Additional skill means? You're preparing your
You're learning English, isn't it? So you're working on English. So that's one of your skills that you're going to work on. Great. Wonderful, Yes. Suhail. Great. You have really come Yes. up. Okay. I would like to know if you've written. Have you written this? Yes. Did you prepare a note? Yes. Very good. Did you read it several times loudly? No. Okay. Have you learnt it by heart, sitting quietly, reading it several times, or reading it loudly? What did you do? How are you Okay. recollecting it now? ഇപ്പൊ എങ്ങനെയാണ് ഇത് I am. പറയുന്നത്? ഇത് നമ്മൾ നേരത്തെ എഴുതി വെച്ചത് പഠിച്ച് പെതുക്കെ സൈലന്റ് ആയിട്ട് ഇരുന്ന് പഠിച്ചിട്ട് പറയുകയാണോ, അതോ നമ്മൾ ഉറക്കെ കുറെ പ്രാക്ടീസ് ചെയ്തിട്ട് പറയുന്നു? No, no. I have. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇപ്പം I am speaking in my mind now. Okay. You're speaking yourself. You're not using any content. You're not looking anywhere. You're speaking yourself, right? Without seeing. Yes. Very good. Very good. That confidence is great. But I want to know, after writing, did you practice reading? ഉറക്കെ വായിച്ച് പറഞ്ഞോ അതോ സൈലന്റ് ആയിട്ട് പഠിച്ചോ? എങ്ങനെയാണ്? നമ്മൾ സാധാരണ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ പെതുക്കെയല്ലേ ഇന്ന് പഠിക്കത്തുള്ളൂ എക്സാമിനൊക്കെ, ശരിയല്ലേ? നമ്മൾ ഉറക്കെ പഠിക്കത്തില്ല. വലിയ കുട്ടികളോ വലിയ ആൾക്കാരോ ഒന്നും ഉറക്കെ പഠിക്കില്ല. അപ്പൊ അതുപോലെയാണോ ഈ കാര്യം നമ്മൾ എഴുതി വെച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ പറയുന്നത്? അതാണ് ചോദിച്ചത്. യെസ്. വെരി ഗുഡ്. അപ്പം മെമ്മറി നമ്മൾ ശരിക്കും ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കുറെ കൂടെ സ്പീഡിൽ ഇത് പറയാനും കുറെ കൂടെ ക്ലാരിറ്റിയോടെ പറയണമെങ്കിൽ ഇത് ഉറക്കെ ഒന്ന് കുറെ വട്ടം വായിക്കണം കേട്ടോ. So hey, please read it several times. When you read it several times, നമ്മൾ തന്നെ പറയുന്നത് നമ്മൾ കേൾക്കും. എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ പ്രാക്ടീസ് സെഷനിൽ നമ്മൾ തരുന്ന വീഡിയോസ് ഇല്ലേ, നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ ഇല്ലേ, അതൊന്നുകൂടെ കേൾക്കണം. അപ്പോൾ നമുക്ക് അതിന് പ്രൊണൗൺസിയേഷന്റെ കുറെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. അപ്പം നമ്മൾ കേൾക്കുകയും നമ്മൾ തന്നെ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് അന്ന് ഇടയ്ക്ക് നമുക്ക് തന്നെ കുറെ കാര്യങ്ങൾ തിരുത്താൻ പറ്റുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം നല്ലതായിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ, എറേഴ്സ് ഒന്നും ഇല്ല, ഗ്രാമറ്റിക്കലി കറക്റ്റ് ആണ്. പക്ഷെ എന്തോ ഇതിലൊരു മിസ്സിംഗ് ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ, വിഷമമൊന്നും വരത്തില്ലോ അല്ലേ? പറഞ്ഞോട്ടെ. അത് ഇമോഷൻസ് കൊണ്ടുവരണം. നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇമോഷൻസ് കൊണ്ടുവരണം. ഇമോഷൻസ് കൊണ്ട് എന്ത് വരും? നമ്മൾ പറയുന്നതിന് ഒരു ഗ്രാവിറ്റി വരും, ശരിയല്ലേ? കേൾക്കുന്ന ആളിനും തോന്നും എന്ത് പ്രൊഫഷൻറ്റാ, എന്ത് നല്ല. അപ്പൊ ആ ഇമോഷൻസ് കൊണ്ടുവരണേ എങ്ങനെ കൊണ്ടുവരേണ്ടത്? നമ്മൾ കൂടെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. വീട്ടിലിപ്പോ സഹോദരനും സഹോദരിമാരും എത്ര പേരുണ്ട്? ഹൗ മെനി ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, സിബ്ലിങ്സ് എത്ര പേരുണ്ട്? 2 sisters and 1 brother. ഓക്കെ. അപ്പം സിസ്റ്റേഴ്സും ബ്രദേഴ്സിനെ ഒക്കെ നമുക്ക് പാർട്ട്നേഴ്സ് ആക്കാം കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമുക്ക്. ഇവർക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കേണ്ടവർ തന്നെ. അപ്പൊ ഇവരോടും പറയാം, അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് അവരോട് പറയാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെയും തെറ്റ് നമുക്ക് മനസ്സിലാവും, നമ്മുടെ തെറ്റ് മനസ്സിലാവും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ, എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കുറച്ച് മുമ്പേ ഒന്ന് കേട്ടയല്ലേ? ഒന്ന് പറഞ്ഞേ, നമ്മൾ എങ്ങനെയായിരിക്കും പഠിക്കേണ്ടത്? കറക്റ്റ് കണ്ടന്റ് ആയിരിക്കണം അല്ലെ? കറക്റ്റ് കണ്ടന്റ് ആയിരിക്കണം. നമ്മൾ പഠിച്ചതൊക്കെ മറന്നിട്ട് നമ്മൾ പുതിയതായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ പാർട്ട്ണർ ആരും ആയിക്കോട്ടെ, അവരും നമ്മളും സംസാരിക്കുന്ന കണ്ടന്റ് ശരിയാണെങ്കിൽ അവർക്കും പഠിക്കാൻ പറ്റും, നമുക്കും പഠിക്കാൻ പറ്റും. നമ്മൾ ശരിയായി പഠിക്കും. ഞാൻ പറയുന്നത് സുഹേന്ന് മനസ്സിലാവുമല്ലോ അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഗ്രാമറോ അല്ലെ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഒക്കെ ചിലപ്പം തെറ്റായിരിക്കാം, അവർ പഠിച്ചതും തെറ്റായിരിക്കാം. നമ്മൾ ആരും നേറ്റീവ് സ്പീക്കേഴ്സ് അല്ല അല്ലെ? നമ്മൾ ആരും ഇംഗ്ലീഷ് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പ്രൊഫഷണൽ ആവേണ്ടത്? നമ്മൾ അവരോടും കറക്റ്റ് ആയിട്ടുള്ള കാര്യം പഠിച്ചിട്ട് പറയാം, നമ്മളും അത് തന്നെ പറയാം. കുറച്ച് മോഡ്യൂൾസ് പഠിച്ചു പോയാൽ മതി, പക്ഷെ കറക്റ്റ് ആയിട്ട് പോകണം. അപ്പോൾ നമുക്ക് കുറെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. ഇത്രയും കോൺഫിഡന്റ്ലി പറയുന്നല്ലോ, ഇത് തന്നെ ഒരു തംസപ്പ് ആണ് എൻ്റെ കയ്യിൽ. ഗ്രേറ്റ്. അതിന് തന്നെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ എഫേർട്ട് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ സുഹേൽ, ഇനിയുണ്ട് കേട്ടോ, ഇനി നമുക്ക് കണ്ടന്റ് ഉണ്ട്. ഇനി ഞാൻ ചോദിക്കും. അപ്പം ഞാൻ ഇനി ഒന്ന് ക്യാൻഡലിനോട് ചോദിക്കട്ടെ, ക്യാൻഡൽ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കട്ടെ? ഓക്കെ, താങ്ക് യു സുഹേൽ. ക്യാൻഡൽ, ഹായ്. Can you introduce yourself? Candle is not ready. Oh, hi. Come on. എന്തെങ്കിലുമൊക്കെ പറ. ചാറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ലൈവ് സെഷൻ ആണ്. ടോക്ക്, സംസാരിക്കും. മലയാളത്തിലായാലും കുഴപ്പമില്ല. സ്പീക്ക്.
Hi, Shine. Would you like to introduce yourself? Okay, so I want to congratulate Syed. Okay, Syed, congratulations. You're My really. Hi, Shine. Yes, please, please. yeah, my name is Shine Anthony. I am currently my place is Kollam. Great. Currently, I am studying for BTech, and in my family, I have a brother. My father is working in a government department. My mother is a homemaker, and we have a happy family. My hobbies are having pets. I have 2 dogs at my home. I like to spend time with them. They are very playful, and we and our family enjoys spending time with them. I'm my skills. What I'm going to acquire is speaking English. I want to be more proficient in speaking English, so I can get ready for my IELTS. So I'm planning to go to Canada. So I want to learn more, so I can be fluent. So during this college time, I'm trying to learn more. Yeah, that's from me. Thanks. Very good, Shine. Excellent. See, I want to congratulate both Shine, Syed. They're really doing excellent. Very good. And I think this session has been helpful to you all. നിങ്ങൾ ആ വീഡിയോസ് നന്നായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എഫേർട്ട് ഇടുന്നുണ്ട്. വെരി ഗുഡ്, വണ്ടർഫുൾ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ദെൻ നമ്മുടെ കമന്റ് സെക്ഷനിൽ നമുക്ക് രാഹുൽ ആൻസർ അയച്ചിരുന്നു. ഹിസ് ഓൾസോ ഡൺ എ വണ്ടർഫുൾ ജോബ്. ഹാസ് ഓർ ഹാവ് വെച്ച് ആയിരുന്നു നമ്മൾ നമ്മുടെ പ്രാക്ടീസ് എക്സസൈസ് ചോദിച്ചിരുന്നത്. സോ സെൻഡ് സം സെന്റൻസസ്. അതുപോലെ തന്നെ അശ്വരാജ് ടിച്ചു ഹാസ് ഓൾസോ സെൻഡ് മീ മെനി ആൻസേഴ്സ്. കമന്റ് ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ ആണ്. ഇവർ രണ്ടുപേരും നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. സോ എനിക്ക് എല്ലാ വ്യൂവേഴ്സിനോടും ഇതേ പറയാനുള്ളൂ, നിങ്ങൾ പ്രാക്ടീസ് എക്സസൈസ് ഡെഫിനറ്റ്ലി ചെയ്യണം. അത് ഓരോ സെഷനിലും നമ്മൾ പ്രാക്ടീസ് എക്സസൈസ് തരുന്നുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും ചെയ്യുക. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ തിങ്ക് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് എനിക്കിങ്ങനെ കമന്റ് ചെയ്തൊക്കെ നിങ്ങൾ ഇടുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഫീഡ്ബാക്കും കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഒരിക്കലും മറക്കില്ല. യു നെവർ ഫർഗെറ്റ് ഇറ്റ്. ആൻഡ് ഓരോ സെഷനിലും കണ്ടിന്യൂറ്റി കിട്ടും അല്ലേ? സോ ദ മാൾ ഹാസ് മെനി സ്റ്റോൾസ്, വി ഹാവ് മെനി കസ്റ്റമേഴ്സ്. നല്ല സെന്റൻസസ്. അതുപോലെ അശ്വരാജ് എഴുതിയിട്ടുണ്ട്, ഐ ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ഹാവ് ഗുഡ് ഐഡിയ. ഐ ഹാവ് എ കാർ. Do you have any idea how to do this work? I have no idea what you're talking about. Has someone ever told you that you look so beautiful? Have you seen me before? Have you thought about me? Wonderful sentences ആണ്. ഇവർക്ക് ശരിക്കും ഇവര് ചിന്തിക്കുന്നുണ്ട് ആ സെന്റൻസസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. സോ അമേസിങ്, വെരി വെൽ ഡൺ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർബ്സിനെ കുറിച്ചായിരുന്നു അല്ലെ? ഹാവ് ടു എക്സ്പ്രസ് പൊസഷൻ, അതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാവ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഹാസ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, ആരെയും ഞാൻ പ്രീവിയസ് സെഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഏതെങ്കിലും വീഡിയോയെ കുറിച്ച്? അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. കുറച്ച് പക്ഷെ നിങ്ങൾക്ക് ഇതിലും കുറെ ഇന്ററാക്റ്റീവ് സെഷൻസ് ഒക്കെ ഉണ്ട്. സോ ഷാൽ വി കണ്ടിന്യൂ? അപ്പോൾ ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. ഓക്കെ, സോ ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ദേ ഹാവ്. ഇത് നമ്മൾ ഹാവ് എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത്? ഈ പ്രൊനൗൺസിന്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. ഹി, ഷീ, ഇട്ടിന്റെ കൂടെ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. കറക്റ്റ്. ഇതിൽ ഐയും വിയും ഐ ഓഫ് കോഴ്സ് സിംഗുലർ ആണെങ്കിലും നമ്മൾ ഐയുടെ കൂടെ എപ്പോഴും ഹാവ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. So I have a ruler, you have a ruler, they have a ruler, we have a ruler. Very simple. She has a ruler, he has a ruler, it has a ruler. അങ്ങനെ പറയാം. Okay, ആരൊക്കെയുള്ള ഈ സെന്റൻസ് ഏതാണ്? ഹാവ് ഓർ ഹാസ് വെച്ച് പറയാൻ പറ്റുമോ? ഹൂസ് ഗോയിങ് ടു ഗിവ് മീ ദ കറക്റ്റ് ആൻസർ? നോക്കട്ടെ. The boy has a camera. Very good. The boy has a camera. ഇവിടെയോ? The man has a job. Yes, the man has a job. Very good. The teacher has a son. Have a son. teacher has a son. Has, correct. Has, Varanam. Very good.
The teacher has a son. Correct. Okay. ഇനിയും ഇതിൽ എങ്ങനെയായിരിക്കും? She has. Very good. She has 2 cousins. Very good. Candle. Wonderful. She has 2 cousins. Okay. ഇതാ എങ്ങനെയായിരിക്കും എൻ്റെ ആൻസർ? Seema and Raju Have a car. have a car. Wonderful. Very good. Candle. Excellent. So Seema and Raju have a car. Seema and Raju have എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ 2 സബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, ഡൗട്ട് വരാൻ പാടില്ല. സീമ ഒറ്റയ്ക്ക് രാജു ഒറ്റയ്ക്ക് അങ്ങനെ ആണെങ്കിലും നമ്മൾ അത് കമ്പൈൻഡ് ആയിട്ട് എടുക്കത്തുള്ളൂ, അത് പ്ലൂറൽ ഫോമിൽ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഹാവ് വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഇനിയിപ്പോ നിങ്ങളുടെ മുമ്പിൽ 2 സബ്ജക്ട്സ് ഉണ്ട്. ഒന്ന് ഐ ആണ്, ഒന്ന് ആലിസ് ആണ്. അപ്പോൾ ഐ വെച്ച് ബൈക്കുമായിട്ട് കണക്ട് ചെയ്ത ഒരു സെന്റൻസ് ഉണ്ടാക്കുക. എങ്ങനെയായിരിക്കും? ആർക്കും പറയാം? പറഞ്ഞോളൂ. I have a bike. വെരി ഗുഡ്. ഐ ഹാവ് എ ബൈക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതോ ആലിസ്? ആലിസും കാറ്റും പറഞ്ഞേ. ആലിസ്. ആ Alice has a kitty. Alice has a kitty. Alice has a cat. Very good. വരട്ടെ വരട്ടെ. ഗുഡ് ഗുഡ്. കാൻഡിൽ ഡൂയിങ് വണ്ടർഫുൾ. ഓക്കെ, നമ്മളിപ്പോ പോസിറ്റീവ് സെന്റൻസസ് ഒക്കെയാണ് 2-3 കണ്ടത്. ഇനി നമുക്ക് നെഗറ്റീവ് സെന്റൻസിലേക്ക് കിടക്കാം. ഇൻ ദ നെഗറ്റീവ് വി യൂസ് ഡോണ്ട് ഹാവ് ഓർ ഡസന്റ് ഹാവ്. ഓക്കെ, ഇപ്പോൾ ഡോണ്ട് എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? ഐ, വി, യു, ദേ. ഐ ഡോണ്ട് ഹാവ്, വി ഡോണ്ട് ഹാവ്, യു ഡോണ്ട് ഹാവ്, ദേ ഡോണ്ട് ഹാവ്. അതുപോലെ നമ്മൾ ഹി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഹി ഡസന്റ് ഹാവ്, ഷീ ഡസന്റ് ഹാവ്, ഇറ്റ് ഡസന്റ് ഹാവ്. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് നോക്കാം. ഐ ഡോണ്ട് ഹാവ് സിസ്റ്റേഴ്സ്. Mary doesn't have a dog. Peter and Betty don't have a house. Correct. ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ ഇത് നോക്കാം. ഐ, വി, യു, ദേ. ഇത് വെച്ച് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുക. ഇപ്പൊ നമ്മൾ നോക്കിയതേ ഉള്ളൂ. ആർക്കൊക്കെ പറയാൻ പറ്റും നോക്കട്ടെ? I don't have ice cream. I don't have chocolate. Very good. And Can you? We don't have, we don't have ice cream. Yes. We don't have a vanilla ice cream. Correct. Very good. Okay. Yeah. You, they ഒക്കെ ഉണ്ടല്ലോ ആർക്കെങ്കിലും? you Do don't you- have. Yeah, please, Okay. sir. Candle, yes. Yes, You you don't. don't have cream and chocolate. വണ്ടർഫുൾ വണ്ടർഫുൾ. അപ്പൊ അറിയാലോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ റൂൾസ് ഒക്കെ. ഐ, വി, യു, ദേ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്. ഹി ഓർ ഷീയുടെ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുക. ഹൗ കെൻ യു ഡു ദാറ്റ്? He doesn't have an Uh-huh. apple. വണ്ടർഫുൾ. ഓക്കെ, Ziza, she. She has apple in her hand. She don't have apple. So he, she don't എന്നല്ല, she doesn't എന്നാണ് വരേണ്ടത്. ഓക്കെ, ഐ, വി, യു, ദേ അതിനാണ് ഡോണ്ട് എന്ന് വരുന്നത്. ഓക്കെ, ഇനി ഒരു ജസ്റ്റ് എ മിനിറ്റ് ടോക്ക്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ് ടോക്കിന് നമ്മൾ ജാം എന്ന് പറയും. നമ്മുടെ പ്രാക്ടീസ് എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. സോ നമ്മുടെ ടോപ്പിക്കാണ് ഹോബി. ഓക്കെ, ക്യാൻ യു സ്പീക്ക് സംതിങ് അബൌട്ട് യുവർ ഹോബീസ്? സീസായ്ക്ക് പറയാൻ പറ്റുമോ? My favorite hobby is painting. I paint with watercolors. I like to draw scenery and visuals. I also like reading storybooks. I read more of children books like Geronimo Stilton, Harry Potter series. J.K. Rowling is my favorite author. I also
enjoy Harry Potter movies. Thank you. വണ്ടർഫുൾ വണ്ടർഫുൾ സിസ, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗ്രേറ്റ്. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ഹോബിയെ കുറിച്ച്? ക്യാൻഡിൽ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നോ? ക്യാൻഡിൽ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഒരു 2 സെന്റൻസ് എനിക്ക് വേണ്ടി. Okay. I used to play football in my childhood, and Very now I don't have get any time for playing games. So uh, nowadays, and after the this time, after teenage and after college days, I just using browsing is my hobby, and playing Sudoku is my hobby. That's all. Okay, very good, very good, very good. But you can also do something physical also. പക്ഷെ നല്ല ഹോബീസ് ആണ് കേട്ടോ. ഹൗസ് ഡോഗ് ഒക്കെ വളരെ നല്ല പാസ്റ്റ് ടൈമിന് നല്ലതാണ്. ഓക്കെ, ഷൈന് വല്ലതും പറയാനുണ്ടോ? ഷൈൻ, വുഡ് യു ലൈക്ക് ടു ജോയിൻ us in talking about hobby? If you have any hobbies, would you like to share with us? Yeah, my hobby is keeping pets. I have a aquarium and 2 dogs at my home. Wow. Yeah, I like to spend time with them. My family also likes them very much. We have kept the aquarium from many years, and still I have many fishes in it, and I like to spend with them also. Okay, So amazing. basically, yeah, I spend with time with my pets. Yeah, that's my main hobby. Yeah, thanks. Great ഷൈൻ, എക്സലന്റ്. all the 3 of you നല്ലതായിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ വണ്ടർഫുൾ ആണ്. നിങ്ങൾ ആ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുക, ഒട്ടും പേടിക്കാതെന്നേ ഉള്ളൂ കേട്ടോ. യു ഓൾ ഹാവ് ഇറ്റ് ഇൻ യു. ഓൺലി തിങ് ഈസ് നമ്മൾ ആ ഇമോഷൻസ് ഒന്ന് കൊണ്ടുവരിക, കുറച്ചൊന്ന് പുഷ് ചെയ്യുക. നമുക്ക് വി ക്യാൻ ഡു ഇറ്റ്, വി ക്യാൻ ഈസിലി ടോക്ക്. നമുക്ക് ഒട്ടും ഒരു പ്രോബ്ലം വരില്ല കേട്ടോ. സോ നമുക്ക് ഇവിടെ കുറെ ഹോബീസ് ഒക്കെ കാണാം അല്ലേ? റീഡിങ്, പ്ലേയിങ് എ സ്പോർട്ട്, പ്ലേയിങ് എൻ ഇൻസ്ട്രുമെന്റ്. ഇപ്പോൾ ക്യാൻഡിൽ പറഞ്ഞ പോലെ സ്പോർട്സ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കളിക്കാം. പിന്നെ ഗാർഡനിങ്, നമ്മുടെ ഹോബീസ് പല ഘട്ടത്തിലും മാറിക്കൊണ്ടേയിരിക്കും, റൈറ്റ്? ഗാർഡനിങ്, ബേക്കിംഗ്, ഫോട്ടോഗ്രാഫി, ദീസ് ആർ ബേസിക് ഹോബീസ്. ഡൂയിങ് യോഗ, സിംഗിങ്, പെയിന്റിങ്. ഇപ്പൊ സിസ പറഞ്ഞല്ലോ പെയിന്റിങ് ഒക്കെ ഇഷ്ടമാണെന്ന്. ഗ്രേറ്റ്. അപ്പൊ എല്ലാവരും ടെറിഫിക് പെർഫോമേഴ്സ് ആയിട്ട് നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. യു ഡൺ എ ഗുഡ് ജോബ്. യു ക്യാൻ ക്ലാപ്പ് ഫോർ യുവർ സെൽഫ്. ഓക്കെ, നമുക്കിനി കുറച്ച് ഗ്രാമർ പ്രാക്ടീസ് ചെയ്താലോ? ഒരു റാപ്പിഡ് റൗണ്ട് പോലെ. ആരൊക്കെ ആൻസേഴ്സ് ചെയ്യുന്നത് നോക്കട്ടെ, പറഞ്ഞോളൂ. ജോൺ ഹാസ് എ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം They have 2 daughters. Wonderful. Okay, she. പെട്ടെന്ന് ആൻസേഴ്സ് വരട്ടെ. She has a family. Wonderful. Very good, Shine. Wonderful, Candle. പറഞ്ഞോളൂ അടുത്ത. I have a cat. I have a cat. She's a good. Very good. Okay, പെട്ടെന്ന് റാപ്പിഡാ, പെട്ടെന്ന് പറയണം. We have a big house. Very good. You have a brother. Very good, Shine. Wonderful. Charles and Liz has a son. Charles and Liz plural. Charles and Liz വരുമ്പോൾ have a son. Correct. Have a son. Bob Correct. has a daughter. Bob has a daughter. Wonderful. Candle, നല്ല accent കേട്ടോ. You have a good accent. Only thing is you have to come up a little ahead. Okay, David's mother. പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. David's mother has a black hair. Very good. The teacher has 2 dictionaries. Wonderful. Junan and Pedro have a car. Good. Has a red bag. And Very good. others. Okay, ആരാ ഇനി പറയുന്നേ? ഡാനിയല, ആർക്കെങ്കിലും പറയാം? പെട്ടെന്ന് പറഞ്ഞോളൂ. Daniela has a black pet. ഓക്കെ, ഷൈൻ പറഞ്ഞോളൂ. ഡാനിയല കറക്റ്റ് ആണ്. The children have the key. Wonderful. Very good. The baby has 2 balls. Excellent. എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ യു ഗോട്ട് ഇറ്റ്. നിങ്ങൾക്ക് ആ കണ്ടന്റ് മനസ്സിലായി. ഓക്കെ, പെട്ടെന്ന് പറയാനുള്ളതാണ്. ഇത് ഒറ്റ റൗണ്ടിൽ നിങ്ങൾക്ക് യു ക്യാൻ വാച്ച് വേർഡ്സ് പോലെയാണ്. ഇതിൽ ഏതാ കറക്റ്റ് സ്പെല്ലിംഗ്? ബലൂണിന്റെ ഏതായിരിക്കും കറക്റ്റ് സ്പെല്ലിംഗ്? ഫസ്റ്റ് 3 ഏതായിരിക്കും കറക്റ്റ് സ്പെല്ലിംഗ്? ഫസ്റ്റ് എല്ലാവരും പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. BALLLON കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. സെക്കൻഡ് നോക്കാം.
Third, Third. Second, Third. third one. തേർഡ് വൺ ആണ്. അതേതാണ് വേർഡ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വായിക്കാൻ പറ്റുമോ? released. Released. റിലീസ്ഡ്. വെരി ഗുഡ്, Released. വെരി ഗുഡ്. തേർഡ് വൺ പറഞ്ഞേ. First one. ഫസ്റ്റ് വൺ ആർക്കെങ്കിലും പറയാനുണ്ടോ? Sorry, Second. സെക്കൻഡ് ആണ് കറക്റ്റ്. one. വെരി ഗുഡ്, സെക്കൻഡ് ആണ് കറക്റ്റ്. ഓക്കെ, നാലാമത്തെ പറഞ്ഞോളൂ. First one. ഫസ്റ്റ് വൺ, Second one. സെക്കൻഡ്. ഇനി സിസയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ? സെക്കൻഡ് ആണ് കറക്റ്റ്. ഓക്കെ, സെക്കൻഡ് ആണ് കറക്റ്റ്. IE ആ വരേണ്ടത്. Okay. ഓക്കെ ഓക്കെ, നമുക്കിത് നോക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഏതാ? First one. ഫസ്റ്റ് ഏതാ വേർഡ് എന്താണ് പറഞ്ഞേ? Court. കോട്ട്. വെരി ഗുഡ്. സെക്കൻഡ് പറഞ്ഞേ. കറക്റ്റ് സ്പെല്ലിംഗ് നോക്കട്ടെ. First. ഫസ്റ്റ് വൺ, First വെരി one. ഗുഡ്, എക്സ്പീരിയൻസ് കറക്റ്റ് ആണ്. Okay. മൂന്നാമത്തെ, തേർഡ് വൺ. Yeah. First one. ആ എന്താ First വേർഡ്? one. ആ വേർഡ് എന്താ പറഞ്ഞേ? Guarantee. വണ്ടർഫുൾ, ഗ്യാരണ്ടി. ഓക്കെ, നാലാമത്തെ, Third one. Height. തേർഡ് വൺ. Yes. വെരി ഗുഡ്, വെരി ഗുഡ്. HIGHT, ഹൈറ്റ് കറക്റ്റ് ആണ്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, ഇപ്പൊ ഈ കുട്ടി പറയണ ഐ ഹാവ് എ ഗിറ്റാർ. ഈ ആളിന് വേണ്ടിയിട്ട് ഈ കുട്ടി എങ്ങനെ ആയിരിക്കും പറയുന്നത്? ഹി വെച്ച് പറഞ്ഞേ. He has a guitar. He has a guitar. Correct. They dash two children. They have They two have- children. They have two children. Correct. He dashed two brothers. He has two brothers. Wonderful, wonderful. Very good. Siza. Okay, ഇതാരാ പറയുന്നത്? പെട്ടെന്ന് പറയട്ടെ. He dashed a brother. He has a brother. Very good, Kendall. He has a brother. He has a brother. Okay. ഇനിയിപ്പോ നമ്മൾക്ക് ഈ കാര്യം, ഇത് ക്വസ്റ്റ്യൻ ഫോം ആണ്. നമ്മൾ രണ്ടെണ്ണം കണ്ടു, നെഗറ്റീവ് കണ്ടു, പോസിറ്റീവ് കണ്ടു. ഇപ്പൊ ക്വസ്റ്റ്യൻ ഫോമിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പൊ ആരെങ്കിലും ചോദിക്കാൻ ഹാവ് വെച്ച് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ഡു ദേ ഹാവ് എ TV? അപ്പോൾ പോസിറ്റീവ് ആണ്. യെസ് ദേ ഡു. They have a TV. Do they have a radio? No, they don't. They don't have a radio. അപ്പോൾ വി വെച്ച് ഒന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ആരെങ്കിലും? Do we have a TV? Wonderful. Do we have a TV? What is the positive answer? If your answer is positive, what will it be? Yes, we do. We have a TV. Correct. അഥവാ We have it. TV. Okay. ഇനിയും യു വെച്ച് റേഡിയോയുടെ കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയേ.